ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന് ജാമ്യം. 2 കേസുകളിലും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, SIT സംബന്ധിച്ച് ഇത് കനത്ത തിരിച്ചടിയാണ്. 3 പേരാണ് ഈ കേസിൽ ജാമ്യം കിട്ടിയപ്പോൾ പുറത്തിറങ്ങുന്നത്. അത് മുരാരി ബാബു ഉണ്ട്, ശ്രീകുമാറുണ്ട്, കൂടാതെ സുധീഷ് കുമാറും. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് അത് ഇന്ന് പരിഗണിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് അടുത്ത ദിവസത്തേക്ക് മാറ്റിയത്? അവിടെയും സ്വാഭാവിക ജാമ്യത്തിനുള്ള സാധ്യതയുണ്ടല്ലോ. അനുജ, ഉറപ്പായിട്ടും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് തിരിച്ചടിയായിട്ടാണ് ഇത്തരം ജാമ്യങ്ങൾ ഇപ്പോൾ കോടതി അനുവദിക്കുന്നത്. നമുക്കറിയാം, കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം എന്ന അവകാശമാണ് ഇപ്പോൾ പ്രതികൾ കോടതിയിൽ ഉന്നയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനും ജാമ്യം ലഭിച്ചത്. 2 കേസുകളിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതോടുകൂടി അദ്ദേഹം ഇന്ന് ജയിൽ മോചിതനായേക്കും. ഇന്ന് വൈകിട്ടോടുകൂടി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. രേഖകൾ തിരുത്തി എന്നുള്ളതായിരുന്നു സുധീഷ് കുമാറിനെതിരെ SITയുടെ കണ്ടെത്തൽ. പ്രത്യേകിച്ച് സ്വർണം പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി എന്നുള്ള കണ്ടെത്തലാണ് SIT സുധീഷ് കുമാറിനെതിരെ നടത്തിയത്. ഇതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയത്. 90 ദിവസം കഴിഞ്ഞു. സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. കോടതി ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കട്ടിടപ്പള്ളി കേസിൽ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും എന്നുള്ളതാണ്. നേരത്തെ ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതി ജാമ്യം അനുവദിച്ചതാണ്. ഇനിയിപ്പോൾ ഈ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പുറത്തേക്കിറങ്ങാനുള്ള വഴിയൊരുങ്ങും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, N വാസുവിനെ വീണ്ടും 14 ദിവസത്തേക്ക് കോടതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം. മറ്റൊന്ന്, ദ്വാരപാലക ശില്പ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട്. അനുജ, അതിനിടെ ഷഫീദ്, അദ്ദേഹത്തിന്റെ ആൻജിയോഗ്രാം പൂർത്തിയായി എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. മെഡിക്കൽ കോളേജിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുന്നത് എപ്പോഴാണ്? ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? അനുജ, ഈ ജയിലിൽ വെച്ച് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്നായിരുന്നു ആദ്യം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടോ എന്ന് സംശയം തോന്നിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ജയിലിൽ നിന്നും, പൂജപ്പുര ജയിലിൽ നിന്നും അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലെ സ്പെഷ്യൽ സെല്ലിലേക്ക് അദ്ദേഹത്തെ മാറ്റി. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹത്തിന് ആൻജിയോഗ്രാം പരിശോധന നടത്തി. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശുപത്രിയുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇന്ന് വൈകിട്ടോടുകൂടി തിരികെ ജയിലിലേക്ക് മാറ്റും. അനുജ, ശരി. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.